നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചാർജ് തീരാത്തൊരു സ്മാർട്ട് ഫോൺ അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നോക്കി, ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ഇന്ന് തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 19 കഴിഞ്ഞ സെപ്റ്റംബർ 20 മുതൽ ഞാൻ എൻ്റെ iPhone 16 പ്രോയിലായിരുന്നു സിം കാർഡ് ഇട്ടിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ ഞാൻ ഈ ഒരു പുതിയ സ്മാർട്ട് ഫോണിലോട്ട് മാറാൻ പോവാണ്. ഫോൺ ഏതാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനൊരു സ്ക്രീൻഷോട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ യൂസ് കേസിൻ്റെ. 2 ദിവസവും 4 മണിക്കൂറും 47 മിനിറ്റും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഫുൾ ചാർജിങ് സൈക്കിളിൽ നിന്നു എന്നുള്ളതാണ്. അതായത് ഒരൊറ്റ ചാർജിൽ ഇത്രയും ദിവസം, അതായത് 2 ദിവസം, ഏകദേശം 53 മണിക്കൂറിനടുത്ത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫോൺ ചാർജിൽ നിന്നൊക്കെ ഒരു വെറുതെ വെച്ചിരുന്നതായിരിക്കും അത്രയും സമയം. ഈ പറയുന്ന 53 മണിക്കൂറിനടുത്തുള്ള സമയത്തിൽ സ്ക്രീൻ ഓൺ ടൈം കണ്ടില്ലേ, 9 മണിക്കൂറും 12 മിനിറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന അത്രയും സമയത്തിൽ 9 മണിക്കൂറും 12 മിനിറ്റും ഇതിൻ്റെ സ്ക്രീൻ ഓൺ ആയിരുന്നു. എന്നിട്ടാണ് ഈ ഒരു 2 ദിവസവും 4 മണിക്കൂറും ഉള്ള ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ബോക്സിനകത്ത് ഇതുപോലൊരു മനോഹരമായിട്ടുള്ള TP കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, 44 വാട്ടിൻ്റെ ചാർജർ ബോക്സിനകത്ത് തന്നെ ഉണ്ട്. ചാർജിങ്ങിന് A to C ചാർജിങ് കേബിൾ, സിം ഇജക്ടർ പിൻ. നമ്മൾ നിരവധി സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ iPhone S24 Ultra തുടങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഉൾപ്പെടെ നിരവധി താഴോട്ടുള്ള പല ഫോണുകളും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിലൊന്നുമില്ലാത്തൊരു ബാറ്ററി ലൈഫാണ് സത്യം പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിച്ചത്. ഞാൻ നല്ല രീതിയിൽ ഞെട്ടിപ്പോയി. നേരത്തെ തന്നെ എനിക്ക് നല്ല ബാറ്ററി ലൈഫ് തരുന്ന സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം തരുന്ന ഫോണുകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 9 മണിക്കൂറിലധികം ഞാൻ നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം ഈ ഒരു സ്മാർട്ട് ഫോൺ തരുമെന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു പ്രത്യേകത. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് iQ C9s എന്നാണ്. സത്യത്തിൽ ഇതൊരു iQ സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഇതൊരു iQ ഫോൺ ആണെന്ന് പറയില്ല. iQൻ്റെ ഒരു DNA ഉണ്ടല്ലോ, അവരുടെ മറ്റുള്ള ഫോണുകളുടെ ഒരു DNA, അത് എന്തായാലും ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ DNA നമ്മൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഒരു പിതൃത്വം നമുക്ക് വിവോയുടെ ബ്രാൻഡിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു വിവോ ഫോണുകളുടെ ഒരു ലുക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതേ സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള വിവോ ഫോൺ വേറെ ഉണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. എന്ത് തന്നെയായാലും വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിൽ, അതായത് അണ്ടർ 20,000 വാങ്ങാവുന്ന ഒരു മികച്ച ഫോണായിട്ട് മാറിയിട്ടുണ്ട് iQ C9s. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാനൊരു ബാക്ക് കേസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഈ ഒരു ഫോൺ അത്രയും ദിവസം ഉപയോഗിച്ചപ്പോൾ. പക്ഷേ യാതൊരുവിധ പോറലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബാക്കിലോ വന്നിട്ടില്ല. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ബോഡി അല്ല. ഈ 20,000 റേഞ്ച് ഗ്ലാസ് ബോഡി തരുന്ന ഫോണുകളുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ഗ്ലാസ് ബോഡി ഫീലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. വിവോയുടെ മറ്റ് വിവോ V40 സീരീസിലെ പല ഫോണുകളിലും കണ്ട് പരിചിതമായ സെയിം ഡിസൈനാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ റിംഗ് രീതിയിലുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ iQ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് ബോഡിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഒരു ഹോളോ ഫീൽ ഒന്നുമില്ല, നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഈ സൈഡും കർവാണ്, ഡിസ്പ്ലേയും കർവായതുകൊണ്ട് തന്നെയും ഫോൺ നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നതിന് നല്ലൊരു സുഖമുണ്ട്. ഈ ഒരു ഫോണിനകത്ത് 5500 mAh ബാറ്ററിയാണ് iQ നൽകിയിരിക്കുന്നത്. അത്രയും ബാറ്ററി കൊടുത്തിട്ട് പോലും ഈ ഒരു ഫോണിന്റെ വെയിറ്റ് ഓവർ വെയിറ്റ് ഒന്നുമില്ല, വെറും 182 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഈ 2 സൈഡും കർവായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ തിക്നെസ്സും വെറും 7.5 മില്ലിമീറ്റർ മാത്രമാണ്. അപ്പോൾ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അതുപോലെ ഇതിന്റെ സിം ട്രേ എന്ന് പറയുന്നത് ഡ്യുവൽ നാനോ സിം ട്രേ ആണ്. അതായത് നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ വരുന്ന അറിയാലോ, ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊന്നും ഈ പറഞ്ഞ മെമ്മറി കാർഡ് എക്സ്പാൻഷനോ 3.5mm ഓഡിയോ ജാക്കോ നൽകാറില്ല. അത്തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ട് ഒരു പോറൽ പോലും, ഞാൻ അത്രയും സൂക്ഷിച്ചാണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾ സത്യം പറയട്ടെ, ഒരു പോറൽ പോലും എന്തായാലും ഈ ഒരു ഫോണിനകത്ത് വീണിട്ടില്ല. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് എന്തായാലും ഫോൺ തരുന്നുണ്ട്. നമുക്ക് മൂവിയൊക്കെ വാച്ച് ചെയ്യാനൊക്കെ കൊള്ളാം. ഈ 2 സൈഡും ഈ പറഞ്ഞ പോലെ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ. മുകളിലും താഴെയുള്ള ബെസലുകൾ നോക്കി വളരെ തിൻ ബെസൽസ് ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ പഞ്ച് ഹോൾ ആയിട്ടാണ് ക്യാമറ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതുപോലെ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് പല സെറ്റിംഗ്സ് നൽകാം. പക്ഷേ അത് കുറച്ച് സമയം മാത്രമേ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും ഒരു കുറവും ഈ ഒരു ഫോൺ വരുന്നില്ല. 1800 നിറ്റ്സ് ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. അതുപോലെ യൂട്യൂബിൽ നമുക്ക് HDR വീഡിയോകളുടെ 4K HDR വീഡിയോകളുടെ സപ്പോർട്ട് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഒക്കെ ഈ പറഞ്ഞ HDR സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് നല്ല ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഫോണിന്റെ ഓഡിയോ വിഭാഗത്തിലേക്ക് വന്നാൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ വോളിയം കൂട്ടുമ്പോൾ ഇത്തരത്തിൽ 300% എന്ന് പറയുന്ന ഒരു ഗിമ്മിക്കാണ് ഇപ്പോൾ ഇതുപോലെ iQ ഫോണുകൾ പലതിലും നമ്മൾ കാണുന്നുണ്ട് വിവോയിലും. അതായത് സാധാരണ ഫോണിനെ അപേക്ഷിച്ച് 3 ഇരട്ടി വോളിയം കൂടുതലാണ്
ആണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു 300% അവർ കാണിക്കുന്നത്. ശരിയാണ്, വോളിയം കൂടുതലാണ്. പക്ഷേ സൗണ്ടിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഒരു പ്രീമിയം ക്വാളിറ്റിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഫോണിൻ്റെ സ്പീക്കറിൽ നിന്നുള്ളൊരു സൗണ്ട് ക്വാളിറ്റി ഒരു അല്പം ഒരു ട്രബിൾ കൂടിയ തരത്തിലുള്ള നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ ഹെഡ്സെറ്റ് കേൾക്കുന്ന ഒരു സുഖം ഒരിക്കലും ഫോണിൻ്റെ സ്പീക്കർ തരില്ല. എന്നിരുന്നാലും അത്ര കണ്ടുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ സ്പീക്കറിനില്ല. നല്ല വോളിയം ഉണ്ട്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 എന്ന 5G പ്രോസറാണ്. ഞാൻ ഈ ഒരു ഫോണിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ ടെസ്റ്റ് ചെയ്തു. 6,55,451 എന്ന് പറയുന്നൊരു സ്കോറാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്കോറൊന്നും അല്ല ഈ ഒരു 6,55,000 എങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ, അതായത് അണ്ടർ 20,000 ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആന്റിറ്റ്യൂഡ് സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. 8GB റാമും 12GB റാമും ഈ ഒരു ഫോണിനകത്ത് 2 വേരിയന്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. 8GB റാമിനാണ് ഈ പറയുന്ന അണ്ടർ 20,000 നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. ബാറ്ററി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 5500 mAh നൽകിയിട്ടുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു ഫോൺ കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ വാം പോലും ഈ ഒരു ഫോൺ ഒരിക്കലും ആകുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അതായത് ചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴോ ഒന്നും അങ്ങനെ ഫോൺ വാം ആകുന്നത് പോലുമില്ല. വളരെ അതിൻ്റെ ഒരു തെർമൽസ് എല്ലാം അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാലും സാധാരണ IQ വിവോ ഫോണുകളിൽ ഈ പറഞ്ഞ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഒക്കെ കാണാറുണ്ട്. ഈ ഒരു ഫോണിനകത്ത് അതില്ല. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിൽ കാണുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. ഓർക്ക് ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉപയോഗിച്ചപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. ആക്ച്വലി ബ്ലോട്ട് വേസുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഊഹം ചെയ്യണമെങ്കിൽ 5-6 ബ്ലോട്ട് വേസ്, അതായത് ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, അങ്ങനെ ഫോൺ പേ തുടങ്ങിയ ഒരു 5-6 ബ്ലോട്ട് വേസേ ഉള്ളൂ. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് പോലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. അതുപോലെ ഈ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള പരസ്യ നോട്ടിഫിക്കേഷനുകളൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകളേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സോഫ്റ്റ്വെയർ സൈഡ് ക്ലീൻ ആണ്, ഒരുവിധം ക്ലീൻ ആണ് ഈ ഒരു ഫോണിൽ എന്ന് പറയേണ്ടി വരും. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ മലയാളികൾ പലപ്പോഴും സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കോൾ റെക്കോർഡറാണ്. അത് ഈ ഒരു ഫോണിനകത്തുണ്ട്. അങ്ങേ തലയ്ക്കൽ വിളിച്ച് പറയാതെ തന്നെ കോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു കോൾ റെക്കോർഡിംഗ് ഫീച്ചർ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പലർക്കും അത് യൂസ്ഫുൾ ആവും. ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ലഭിക്കും. ആൻഡ്രോയിഡ് 16 വരെ കിട്ടും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും IQ നൽകുമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ക്യാമറയിൽ ചെറിയൊരു നിരാശ IQ ഈ ഒരു ഫോണിനകത്ത് നൽകുന്നുണ്ട്. കാരണം അണ്ടർ 20,000 ആയിട്ടും ഇതിനകത്ത് നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയിൽ ഉള്ളത് ഒരു ക്യാമറയേ ഉള്ളൂ ബാക്കിൽ. പിന്നെ ഒരു ബോക്കെ സെൻസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോകളും വീഡിയോകളും എടുത്തു. ഇതിനകത്ത് എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോകൾ എടുത്ത് പറയേണ്ടതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരുവിധം ഡീസന്റ് പോർട്രേറ്റ് ഫോട്ടോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ലൈറ്റ് ഫോട്ടോകളും ഒരുവിധം നല്ല ഒരു പെർഫോമൻസ് ഫോട്ടോയിൽ ലഭിക്കുന്നുണ്ട്. ഒരുവിധം ഇതിന്റെ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്ന് പറയാമെന്ന്. ഒരു ഭയങ്കര വിവോയുടെ ഫോണൊക്കെ നൽകുന്ന കണക്കുള്ളൊരു അത്ര അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഒന്നും ഇല്ല. ഈ പ്രൈസിന് ഈ ഒരു ഫോൺ എടുത്താൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഇതിന്റെ ക്യാമറ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ബാക്ക് ക്യാമറയ്ക്ക് 4K റെസൊല്യൂഷൻ 30 FPS സപ്പോർട്ട് ഉണ്ട്. അതുപോലെ OIS സപ്പോർട്ട് ഉണ്ട്. ബാക്ക് ക്യാമറ നല്ല സ്റ്റേബിൾ ആണ്. ഈവൻ 4K ഷൂട്ട് ചെയ്യുമ്പോൾ പോലും സ്റ്റേബിൾ ഫുട്ടേജ് കിട്ടുന്നു. പക്ഷേ സെൽഫി ക്യാമറ ഇല്ല, ഈ പറഞ്ഞ പോലെ OIS ഇല്ല, നല്ല ഷേക്കി ഫുട്ടേജ് ആണ് സെൽഫി ക്യാമറ നൽകുന്നത്. മൊത്തത്തിൽ ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസ് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ ഒന്ന് ട്യൂൺ ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് കൂട്ടി ബെറ്റർ ആക്കി സാച്ചുറേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് അല്ല ഇതിൽ നിന്ന് വരുന്നത്. അത് ഒരു പക്ഷേ നല്ലതാണ്, കുറച്ചുകൂടെ നാച്ചുറൽ ഫോട്ടോ ആണ്. പക്ഷേ കുറച്ചൊരു സോഫ്റ്റ്നെസ് ആണ് എനിക്ക് ഈ ഒരു ഫോട്ടോകൾ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ കോൺട്രാസ്റ്റി ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. എന്തായാലും ക്യാമറ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഓക്കെ ആകുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഞാനൊരു സ്മാർട്ട് ഫോൺ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഗുണങ്ങളെക്കാൾ ആദ്യം കണ്ണിൽ പെടുന്നത് അതിൻ്റെ കുറവുകളാണ്. അങ്ങനെ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് തോന്നിയ കുറവുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, അതുപോലെ 3.5mm ഓഡിയോ ജാക്ക്, മെമ്മറി എക്സ്പാൻഷൻ തുടങ്ങിയവ ഇല്ല എന്നുള്ള വളരെ കുറഞ്ഞ കുറവുകളേ ഉള്ളൂ. ആ പറഞ്ഞ കുറവുകൾ മാറ്റി നിർത്തിയാൽ അണ്ടർ 20,000 മികച്ച ബാറ്ററി ലൈഫ് നൽകുന്ന ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ് IQ C9s.